അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഉമ്മമാരെ ഉപ്പമാരെ, മുഹറം 9 നോമ്പ് നമ്മൾ പിടിച്ചു. അത് പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആ നോമ്പിന്റെ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു അബദ്ധം പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, നോമ്പ് ഫസാദായി പോകുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം അല്ലാഹു തആല പൊരുത്തപ്പെട്ട് നമ്മളിൽ നിന്നും ഇന്നത്തെ നോമ്പിനെ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. നമ്മളിപ്പോൾ എല്ലാവരും ഉള്ളത് മുഹറം 10 ആശൂറയുടെ രാവിലാണ്. നാളത്തെ പകലിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ ശ്രേഷ്ഠതയുള്ളത് ഇന്നത്തെ രാവിലാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ പ്രധാനപ്പെട്ട രാവിൽ അള്ളാഹുലേക്ക് എന്ത് ചോദിച്ചാലും അള്ളാഹു തരാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ള മലക്കുകൾ നമ്മുടെ അടുക്കൽ വന്നിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ദുആ ചെയ്തോ, ഞങ്ങൾ ആമീൻ പറയാമെന്ന് മലക്കുകൾ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന അതിപ്രധാനപ്പെട്ട ഈ രാവിൽ നമുക്ക് ഇന്നത്തെ രാവിൽ ചൊല്ലണമെന്ന് ഒരുപാട് ഉസ്താദുമാരും ഒരുപാട് മഹത്തുക്കളും മശായിഖന്മാരും നമുക്ക് പഠിപ്പിച്ചു തന്ന ചില പ്രധാനപ്പെട്ട ദിക്റുകളും സ്വലാത്തുകളും തസ്ബീഹുകളും ഖുർആൻ ആയത്തുകളുമാണ് നമ്മൾ ഇന്നത്തെ സദസ്സിൽ നമ്മൾ ഒന്നിച്ച് പാരായണം ചെയ്യുന്നത്. നമ്മുടെ ഇന്നത്തെ മജ്ലിസിനെ അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നാളെ നമ്മൾ പിടിക്കുന്ന നോമ്പിനെ അല്ലാഹു തആല പരിപൂർണമായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ മുഹറം 10 പ്രധാനപ്പെട്ട പകലാണ് അല്ലേ? മുഹറം 10 എന്ന് പറഞ്ഞാൽ ലോകം തന്നെ അല്ലാഹു തആല സൃഷ്ടിക്കാൻ തുടങ്ങിയ ഒരു ദിവസം. അത് പരിശുദ്ധമായ മുഹറം 10 പകലിലാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ പ്രവാചകന്മാർക്ക് കൊടുത്ത, ഒരുപാട് അഹങ്കാരികളെ ധിക്കാരികളെ അല്ലാഹു തആല പാഠം പഠിപ്പിച്ച, ലോകത്ത് ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായ നാളത്തെ പകൽ, ആ പകൽ വരുന്നതിന് മുമ്പുള്ള രാവ്. അപ്പോൾ ഇന്നത്തെ രാവിലും നാളത്തെ മുഹറം 10 പകലിലും നമ്മൾ ചൊല്ലിയിരിക്കേണ്ട പ്രധാനപ്പെട്ട, ഇത് ഇന്നത്തെ രാത്രി മാത്രം ചൊല്ലേണ്ട ദിക്റല്ല കേട്ടോ, നാളെ പകലിലും നമുക്ക് ഈ ദിക്റുകളൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് ചൊല്ലിയാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട്. നമ്മൾ ഇൻഷാ അല്ലാഹ് ദിക്റിന്റെ മജ്ലിസിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ മജ്ലിസിൽ പ്രത്യേകം ഉസ്താദ് ഞങ്ങൾക്ക് വേണ്ടി ദുആ രക്കണമെന്ന് ഒരുപാട് സഹോദരന്മാരും സഹോദരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. അല്ലാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ, നമ്മുടെ ദുആയിനെ അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ഇൻഷാ അല്ലാഹ് ആദ്യമായി ചൊല്ലാൻ പോകുന്ന ദിക്ർ പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ എല്ലാ ദിവസവും, പ്രത്യേകിച്ച് മുഹറം 10 രാവിലും പകലിലും പിന്നെ 11, 12 എല്ലാ ദിവസവും നമുക്ക് ചൊല്ലൽ അതിപ്രധാനപ്പെട്ട. കാരണം മുഹറം 10 അന്ന് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെടുത്തിയല്ലോ. ആ ചരിത്രം നമുക്ക് വിശാലമായി നമ്മൾ കേട്ടതാണ്, അറിയാവുന്നതാണ്. അപ്പോൾ ആ ഒരു ദിക്ർ, ഖുർആൻ ആയത്താണത്, അതൊരു ദിക്റാണ്, തസ്ബീഹാണ്, ഇസ്തിഗ്ഫാറാണ്, എല്ലാമാണ്. അപ്പോൾ ആ തൗബയുടെ വചനം ഇൻഷാ അല്ലാഹ് നമുക്ക്, ഇത് മഹത്തുക്കൾ പറയുന്നു 70 വട്ടം പറയണമെന്നാണ്. 70 വട്ടം എല്ലാ ദിവസവും ഈ ഒരു ദിക്ർ പറയണമെന്നാണ്. നമ്മളിപ്പോൾ സമയദൈർഘ്യം കൊണ്ട് 70 പ്രാവശ്യം പറയുന്നില്ല, കുറച്ച് പ്രാവശ്യം നമുക്ക് പറയാം. പിന്നെ നിങ്ങൾ സൗകര്യം പോലെ 70 വട്ടം പറയാൻ മറന്നു പോകരുത്. 70 അതിൽ കൂടുതൽ പറയാൻ പറ്റിയാൽ അത്രയും ഖൈർ. അല്ലാഹു തആല നമ്മുടെ ഈ ദുആഇനെ, നമ്മുടെ ഈ ദിക്റിനെ, മജ്ലിസിനെ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ആ ഒരു ദിക്ർ പറയാം. എന്താ ഇതിൻ്റെ അർത്ഥം? ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, ആരാധനക്കർഹൻ നീയല്ലാതെ മറ്റാരുമില്ല, അല്ലേ? നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, ഞാൻ അക്രമികളിൽ പെട്ടുപോയവനാണ് എന്ന ഒരു വലിയൊരു വാചകമാണ് ഇതിൻ്റെ അർത്ഥം. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ.
അൽഹംദുലില്ലാ, അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി നമുക്ക് അടുത്ത ദിക്റിലേക്ക് കടന്നാലോ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നമ്രൂദിന്റെ തീക്കുണ്ഠാരത്തിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തിയത് മുഹറം 10-നാണ്. ഇത് നമുക്കറിയാം. അപ്പോൾ ഈ മുഹറം 10-ന്റെ അന്നും 10-ന്റെ പകലിലും അതിൻ്റെ രാവിലൊക്കെ നമ്മൾ പ്രധാനമായും ചൊല്ലിയിരിക്കേണ്ട, പ്രത്യേകിച്ച് ഈ 70 പ്രാവശ്യമൊക്കെ നമ്മൾ ആവർത്തിച്ച് 70 അല്ല, അതിൽ കൂടുതൽ ചൊല്ലാൻ പറ്റില്ല, അത്രയും ഖൈർ. അപ്പോൾ 70 പ്രാവശ്യം ചുരുങ്ങിയത് നമ്മൾ ചൊല്ലിയിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു തസ്ബീഹാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ നമ്രൂദിന്റെ തീക്കുണ്ഠാരത്തിൽ നിന്നും രക്ഷപ്പെടാൻ കാരണമായ, അല്ലെങ്കിൽ രക്ഷപ്പെടാൻ ഉള്ള അവസരം കിട്ടിയ ആ ഒരു ദിക്ർ ചൊല്ലിയപ്പോൾ നമ്രൂദിന്റെ തീക്കുണ്ഠാരത്തിൽ നിന്നും അല്ലാഹു തആല രക്ഷപ്പെടുത്തിയെങ്കിൽ നമുക്കും ഇന്നത്തെ കാലത്ത് അപകടങ്ങൾ ഉണ്ടാകും, അല്ലെ, ആക്സിഡന്റുകൾ, അതുപോലെ തന്നെ തീപിടുത്തം, അതുപോലെ ഒരുപാട് രോഗങ്ങൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, സങ്കടങ്ങൾ, ദുഃഖം, രോഗം എല്ലാം പെടും. ഇതിൽ നിന്നെല്ലാം, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷ കിട്ടാൻ നമുക്കും ചൊല്ലാൻ പറ്റിയ അതിപ്രധാനപ്പെട്ട ഒരു തവക്കുലിന്റെ ഒരു ദിക്റാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇനി പറയാൻ പോകുന്നത്. അതായത് എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷ കിട്ടുന്ന രക്ഷയുടെ മന്ത്രധ്വനികളാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് പറയാൻ പോകുന്നത്. നമുക്ക് ഒന്നിച്ചു പറഞ്ഞാലോ? എല്ലാവരും ഒന്നിച്ചു പറഞ്ഞോ, ഏറ്റു ചൊല്ലിക്കോ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഇവിടെ ഹസ്ബുൻ അല്ലാ എന്നാണോ ഹസ്ബി അല്ലാ എന്നാണോ പലർക്കും സംശയം ഉണ്ടാവും. രണ്ടും ശരിയാണ്. ഹസ്ബി അല്ലാ എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ എനിക്ക് നീ മതി എന്നാണ്. ഹസ്ബുനല്ലാ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നീ മതി. ഇപ്പൊ നമ്മൾ എല്ലാവരും ഒന്നിച്ചു ചൊല്ലുന്നത് കൊണ്ട് ഹസ്ബുനല്ലാ എന്ന വാക്കാണ് നമ്മൾ പറയുന്നത്. അതായത് ബഹുവചനത്തിലാണ് നമ്മൾ പറയുന്നത്. ചൊല്ലിക്കോ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് മഹാനായ തഴവ ഉസ്താദ് പാടിയതുപോലെ ചൊല്ലലാ ഹൗല, ജീവിതമെപ്പോഴും സ്റ്റൈല, അതിലൊരു ശക്കുമില്ലൊരിക്കലും ചിട്ട, തെറ്റിപ്പോകരുതേ അലസതയാലൊഴിക്കരുതേ, ദാരിദ്ര്യരോഗം ഏവനും ഭയക്കുന്നതാ, ലാ ഹൗല ലേഹ്യം മുഴുവനും അതിനുള്ളതാ, 99 രോഗത്തിനിതും നല്ലതാ, ക്ലേശം അതിൽ നിന്നേറ്റവും ലഘുവായതാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. 99 രോഗത്തിന് ശിഫയാണെന്നാണ് നബി തങ്ങളുടെ ഹദീസ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയോ ശ്രേഷ്ഠതയാണെന്നറിയോ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അത് പറയാൻ പറ്റുന്നത് തന്നെ ഒരു ഭാഗ്യമാണെന്നാണ്. അത്രമാത്രം ശ്രേഷ്ഠത. ഒരുപാട് സ്വഹാബിമാർ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ് അവരുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടമുണ്ടായ ഒരു ദിക്റാണ്.
മാത്രമല്ല ഒരുപാട് സാമ്പത്തികമായ ഉന്നതി ഉണ്ട് ഒരുപാട് സ്വഹാബിമാർക്ക് അല്ലെ. ഒറ്റ രാത്രി കൊണ്ട് അതിസമ്പന്നനായ ചരിത്രമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു സ്വഹാബി പറഞ്ഞിട്ട് ശത്രുക്കളിൽ നിന്നും കിട്ടിയത് 40,000 മാടുകളും 100 ഒട്ടകങ്ങളുമാണ്. അതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അതൊക്കെ മാറാനും, പ്രതിസന്ധികൾ മാറാനും, മാനസികമായ സമ്മർദ്ദം, അതുപോലെ തന്നെ കടം, എന്ത് പ്രശ്നം മാറാനും ഈ ഒരു ദിക്ർ മതിയാകും. പ്രത്യേകിച്ച് മുഹറം 10 അതിനുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ പറയേണ്ട അതിപ്രധാനപ്പെട്ട ദിക്ർ. നമുക്കൊന്ന് പറഞ്ഞാലോ? പറഞ്ഞോ? ഇത് 70ഉം 100ഉം ഒക്കെയായി നമുക്ക് ഒരുപാട് വട്ടം പറയാം ഇൻഷാ അല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. 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 ലാ ഹൗല വലാ ഖുവത إلا بالله العلي العظيم. لا حول ولا قوة 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 إلا بالله العلي العظيم. അടുത്തതായി നമ്മൾ പറയുന്നത് പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുകൾ 6666 ആയത്തുണ്ട്. അതിൽ ചില ആയത്തുകൾക്ക് മറ്റ് ചില ആയത്തുകളെക്കാൾ ശ്രേഷ്ഠതയുണ്ട്. അപ്പോൾ ഖുർആനിലെ ആയത്തുൽ ഹിർസ് എന്ന പേരിൽ അപരനാമത്തിൽ അറിയപ്പെടുന്ന ഉന്നതമായ ഒരുപാട് ശ്രേഷ്ഠതകൾ കൊണ്ട് എല്ലാ ആയത്തുകളെക്കാളും മുകളിൽ നിൽക്കുന്ന ആയത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠത ആയത്തുൽ കുർസിയാണ്. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ എണ്ണി നോക്കിയാൽ അതിപ്രധാനപ്പെട്ട പ്രതിഫലങ്ങൾ കൊണ്ട് നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള ഏത് സമയത്ത് ഓതാൻ പറ്റുന്ന ഒരു ആയത്താണ് സൂറത്തു തൗബയിലെ അവസാനത്തെ 2 ആയത്ത്. മുഹറം 10 രാവിലും പകലിലും ശേഷമുള്ള ദിവസങ്ങളിൽ നിന്ന് മാത്രമല്ല വർഷത്തിൽ എല്ലാ ദിവസവും ഓതൽ നമുക്ക് വളരെ അനിവാര്യമായ ഒരു ആയത്താണ് ഈ 2 ആയത്തുകൾ, സൂറത്തു തൗബയുടെ അവസാനത്തെ 2 ആയത്ത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കത് എല്ലാവർക്കും ഓതാം. ഈ ഒരു പുണ്യമായ സമയങ്ങളിൽ മുഹറം മാസത്തിന്റെ 9ലും 10ലും അതിന്റെ രാവുകളിലൊക്കെ 1000 വട്ടം ചൊല്ലണമെന്നാണ് മഹത്തുക്കൾ നമ്മളെ പഠിപ്പിച്ചത്. നമ്മളിപ്പോൾ നിലവിലെ 1000 വട്ടം ചൊല്ലുന്നില്ല, കുറച്ച് ചൊല്ലുന്നു. പിന്നെ നിങ്ങൾക്ക് സമയമുള്ളതുപോലെ നിങ്ങൾ 1000 വട്ടം എങ്കിലും ചൊല്ലണം. കുറഞ്ഞൊരു 1000 വട്ടം എങ്കിലും ചൊല്ലണം. പറ്റുന്നത് പോലെ എങ്കിലും നിങ്ങൾ ചൊല്ലി തീർക്കുക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരുമാറാവട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും ഒന്നിച്ച് കുറച്ച് പ്രാവശ്യം ആ ആയത്തുകൾ ഓതുകയാണ്. ഈ ആയത്തുകൾ ഓതുമ്പോൾ ബിസ്മി ഇല്ലാത്ത സൂറത്താണ് സൂറത്ത് തൗബ. അതുകൊണ്ട് നമുക്ക് ഈ ഒരു സൂറത്ത് തൗബയുടെ ആയത്ത് ഓതുമ്പോൾ ബിസ്മി ഓതേണ്ട കാര്യമില്ല, അഊദു മാത്രം ഓതിയാൽ മതി. പിന്നെ ഈ ഒരു ആയത്ത് ഓതുമ്പോൾ നിസ്കാരമില്ലാത്ത ഉമ്മമാർക്ക് ഇതൊരു ദിക്റാണ് എന്ന് മനസ്സിൽ കരുതിയിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കും പാരായണം ചെയ്യാം. നമുക്ക് ഓതിയാലോ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. أعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش
العظيم أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തൗബ അല്ലാഹു തആല സ്വീകരിച്ചത് ഇതുപോലെ ഒരു മുഹറം മാസത്തിന്റെ 10ാമത്തെ ദിനമാണെന്ന് നമുക്ക് കിതാബിൽ കാണാം. മഹാനവറുകളുടെ ആ തൗബ അല്ലാഹു തആല സ്വീകരിക്കാൻ കാരണമായ ഒരു ദുആയുണ്ട്. വിശുദ്ധമായ ഖുർആനിലെ അതിപ്രധാനപ്പെട്ട ഒരു ആയത്താണ്, അതൊരു ദുആയാണ്. നമുക്ക് ഏത് സമയത്തും പറയാം. ഇതൊരു ആയത്താണെങ്കിൽ പോലും നമുക്ക് നിസ്കാരമില്ലാത്ത ഉമ്മമാർക്കൊക്കെ ഇതൊരു ദിക്റാണെന്ന നിലയിൽ മനസ്സിൽ കരുതിയിട്ട് പറയാം. നമ്മുടെ എല്ലാ തെറ്റുകളും പൊറുക്കപ്പെടാൻ, മുഹറം മാസമൊക്കെ നമുക്ക് എല്ലാവിധ ഖൈറിലും സന്തോഷത്തിലും ആവാനൊക്കെ ഒരു ദുആ നമുക്ക് മതിയാകും. എല്ലാവരും ഒന്നിച്ചു പറയും. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا
وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. പരിശുദ്ധമായ മുഹറം 10 രാവിലും പകലിലും ഇനിയുള്ള ദിവസങ്ങളിലും നമ്മൾ ചൊല്ലേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇസ്തിഗ്ഫാർ പറയണം, തൗബ ചെയ്യണം, നമ്മൾ അള്ളാഹുവിൻ്റെ ഇസ്മുകൾ പറയണം, ദിക്ർ പറയണം. ഇതെല്ലാം കൂടി ഒന്നിച്ച് നമുക്കൊന്ന് പറഞ്ഞാലോ? എങ്ങനെയാണ് അത് പറയുന്നത്? എല്ലാം അള്ളാഹുവിൻ്റെ ഇസ്മുണ്ട്, അതുപോലെ ദിക്റുണ്ട്, തസ്ബീഹുണ്ട്, ഇസ്തിഗ്ഫാറുണ്ട്, തൗബയുടെ വചനം എല്ലാം കൂടി കൂട്ടിക്കലർത്തി അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വാക്ക്. ഇതിനെപ്പറ്റി മഹത്തുക്കൾ പറയുന്നത് കുറഞ്ഞത് 100 പ്രാവശ്യമെങ്കിലും ചൊല്ലണമെന്നാണ്. 100 പ്രാവശ്യമെങ്കിലും ഒരു ദിവസം ഇത് പറഞ്ഞിരിക്കണമെന്നാണ്. നമുക്കിപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ 100 പ്രാവശ്യം പറയുന്നില്ല, കുറച്ചേ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് സമയം പോലെ നിങ്ങൾ 100 പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു താലാക്ക് വലിയ ഇഷ്ടമുള്ള, പറഞ്ഞാൽ അള്ളാഹു ഒരുപാട് നേട്ടങ്ങൾ തരുന്ന ഒരു തസ്ബീഹാണ്, ദിക്റാണ്, ഒരു തൗബയുടെ വചനമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. മുഹറം 9 രാവിലും പകലിലും 10 രാവിലും പകലിലും പറഞ്ഞാൽ നിരവധി നേട്ടങ്ങളാണ്. ഒന്ന് പറഞ്ഞാലോ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം മിൻ ജമീഇദ് ദുനൂബി വൽ ആസാം അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം മിൻ ജമീഇദ് ദുനൂബി വൽ ആസാം അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം من جميع الذنوب والآثام أستغفر الله العظيم يا ذا الجلال والإكرام من جميع الذنوب والآثام أستغفر الله العظيم يا ذا الجلال والإكرام من جميع الذنوب والآثام أستغفر الله العظيم يا ذا الجلال والإكرام من جميع الذنوب والآثام أستغفر الله العظيم يا ذا الجلال والإكرام من جميع الذنوب والآثام أستغفر الله العظيم يا ذا الجلال والإكرام من جميع الذنوب والآثام أستغفر الله العظيم يا ذا الجلال والإكرام من جميع الذنوب والآثام أستغفر الله العظيم يا ذا الجلال والإكرام من جميع الذنوب والآثام أستغفر الله العظيم يا ذا الجلال والإكرام من جميع الذنوب والآثام أستغفر الله العظيم يا ذا الجلال والإكرام من جميع الذنوب والآثام أستغفر الله العظيم يا ذا الجلال والإكرام من جميع الذنوب والآثام أستغفر الله العظيم يا ذا الجلال والإكرام من جميع الذنوب والآثام أستغفر الله العظيم يا ذا الجلال والإكرام من جميع الذنوب والآثام. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒരു ദിക്ർ മുഹറം മാസത്തിൻ്റെ അതിപ്രധാനപ്പെട്ട ദിനങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. മുഹറം മാസത്തിലെ ഒരുപാട് നന്മകൾ ചെയ്താൽ ഒരുപാട് പ്രതിഫലമുണ്ട്. അത് ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്ന് വിശദീകരിച്ച് നമ്മൾ രാവിലത്തെ വീഡിയോയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മുഹറം മാസത്തിലെ നമ്മൾ അധികരിപ്പിക്കേണ്ട ദിക്റുകളുടെ കൂട്ടത്തിൽ ഒരു ദിക്ർ, അത് ദിക്റാണ്, അള്ളാഹുവിൻ്റെ ഇസ്മുമാണ്. അള്ളാഹ്ക്ക് 99 ഇസ്മുകളുണ്ടല്ലോ. ഇതൊരു ഇസ്മുമാണ്, ഇതൊരു ദിക്റാണ്, ഇതൊരു ദുആയാണ്, ഇതെല്ലാമാണ്. എല്ലാ കാറ്റഗറിയിലും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. ഒരുപാട് പുണ്യമുള്ള ഒരു ദുആയും കൂടിയാണിത്. മഹത്തുക്കളായ ഔലിയാക്കന്മാർ നിത്യമായി പറഞ്ഞിരുന്ന ഒരു ശ്രേഷ്ഠമായ ദിക്റാണ്, ഒരു ഇസ്മാണ് നമ്മൾ പറയാൻ പോകുന്നത്. മുഹറം മാസത്തിൽ ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ലാത്ത ദിക്റാണ്. ഇൻഷാ അല്ലാഹ് പറഞ്ഞോ.
യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് 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 യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. ഏത് സമയത്തും നമ്മൾ പറയേണ്ടത്, അത് മുഹറം മാസത്തിലാവട്ടെ അതല്ലാത്ത മാസത്തിലാവട്ടെ, ജീവിതത്തിൽ നമ്മൾ എപ്പോഴും മറക്കാതെ പറയേണ്ടത് ഇസ്തിഗ്ഫാറാണ്, അല്ലേ? ഇസ്തിഗ്ഫാർ പറയാതെ ഒരു അമലും അല്ലാഹു തആലയിലേക്ക് ഉയർത്തപ്പെട്ടാൽ അതൊക്കെ അസ്വദായിട്ട് കറുത്ത രൂപത്തിലായിരിക്കും ഉയർത്തപ്പെടുക. നമ്മൾ നിസ്കാരം കഴിഞ്ഞു, നിസ്കാരത്തിന് ശേഷം നമ്മൾ ഇസ്തിഗ്ഫാർ പറയും. അങ്ങനെ നിസ്കാരത്തിന് ശേഷം ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ ആ നിസ്കാരം എന്നുള്ള നന്മ വെളുത്ത രൂപത്തിൽ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടും. സ്വതക്ക കൊടുക്കുമ്പോൾ ഇസ്തിഗ്ഫാർ പറഞ്ഞു, അതുപോലെ തന്നെ നമ്മൾ ഖുർആൻ ഓതിക്കഴിഞ്ഞ് ഇസ്തിഗ്ഫാർ. അപ്പോൾ എന്ത് നല്ല കാര്യം ചെയ്താലും ഇസ്തിഗ്ഫാർ പറയണമെന്നാണ്. അപ്പോൾ എന്താ ഗുണം? അള്ളാഹുലേക്ക് വേഗത്തിൽ നല്ല രൂപത്തിൽ നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് ഇസ്തിഗ്ഫാർ പറഞ്ഞാലോ. അള്ളാഹു തആല നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യം ഉണ്ടാവാനും ഇസ്തിഗ്ഫാർ കാരണമാണ്. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞേ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. 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 അടുത്തതായി നമ്മൾ പറയുന്നത്
പരിശുദ്ധമായ ഈ മുഹറം മാസത്തിലും അതല്ലാത്ത സമയത്തൊക്കെ നിരന്തരമായി, പ്രത്യേകിച്ച് എല്ലാ ദിവസവും നമസ്കാരത്തിന് ശേഷം നമ്മൾക്ക് പറയുന്ന സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ആ ദിക്റുകൾ ഉണ്ടല്ലോ, അതെല്ലാം കൂട്ടി കോർത്തിണക്കിയിട്ട് നമ്മൾ പറയുന്ന ഒരു ദിക്ർ. അതായത് ഇതൊരു പ്രാവശ്യം പറഞ്ഞാൽ സ്വർഗത്ത് നമുക്ക് വേണ്ടി അല്ലാഹു തആല ഒരു വൃക്ഷം നടുമെന്നാണ്. വൃക്ഷം നടുമെന്ന് പറഞ്ഞാൽ നമുക്ക് സ്വർഗത്തിന്റെ അഹ്ലുകാരിൽ പെടാം. ഓരോ പ്രാവശ്യം ഇത് പറയുന്തോറും സ്വർഗത്തിലേക്ക് നമ്മൾ അടുത്തടുത്ത് കൊണ്ടിരിക്കുമെന്ന് നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുകയാണ്. ഇത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് പഠിപ്പിച്ചു തരാൻ നബി തങ്ങളോട് പറഞ്ഞു കൊടുത്ത ഒരു ദിക്റാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചൊന്ന് പറഞ്ഞാലോ? അതിപ്രധാനപ്പെട്ട ദിക്റാണ്, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പറയാം. ഇതും ഒരു 70 പ്രാവശ്യം വീതം പറയണമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ കുറച്ച് പ്രാവശ്യം പറയുന്നു, ബാക്കി നിങ്ങൾ സ്വയമായി ഓതി തീർക്കുക. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അടുത്തതായി നമ്മൾ പറയുന്നത് അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള, എത്രത്തോളം? കടലിന്റെ നുരയോളം പതയോളം തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും പുറത്തു തരും, അള്ളാഹു മാപ്പാക്കുമെന്ന് നമുക്ക് ഹദീസുകളിൽ കാണുന്ന അതിപ്രധാനപ്പെട്ട ഒരു ദിക്റാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാ ദിവസവും മഗ്രിബ് നമസ്കാരത്തിന് ശേഷവും സുബഹി നമസ്കാരത്തിന് ശേഷവും ഇത് പറയൽ പ്രത്യേകം നല്ലതാണ്. അതിനേക്കാൾ ഉപരിയായി വിശുദ്ധമായ മുഹറം 10 രാവിലും പകലിലും ഇനിയുള്ള ദിവസങ്ങളിലുമൊക്കെ രാത്രിയിലും പകലിലും എല്ലാ സമയത്തും നമുക്ക് പറഞ്ഞാൽ വമ്പൻ നേട്ടങ്ങൾ കിട്ടുന്ന, അള്ളാഹുവിൻ്റെ തൃപ്തിയും അതുപോലെ ഈമാൻ അധികരിച്ച് കിട്ടുന്ന, അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടുന്ന ഒരു ദിക്റാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചത് പറയാം. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء
شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. അടുത്തതായി നമ്മൾ ചൊല്ലാൻ പോകുന്നത് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ്. സ്വലാത്ത് ഒരുപാടുണ്ട്. സ്വലാത്തുകളുടെ നേതാവ്, രാജാവ് അതേതാണ്? ഇബ്രാഹിമിയ സ്വലാത്താണ്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരുപാട് നേട്ടങ്ങൾ കിട്ടിയ ഈ ഒരു മാസത്തിൽ, പ്രത്യേകിച്ച് മുഹറം 10-ന്റെ സമയങ്ങളിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇബ്രാഹിമിയ സ്വലാത്ത് ഒരുപാട് വട്ടം ഓതാം. ഇബ്രാഹിമിയ സ്വലാത്ത് പല രൂപത്തിലും വന്നിട്ടുണ്ട്. ചിലപ്പോൾ ചില വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ പറയാൻ പോകും, നമ്മൾ മദർസ കിതാബിലൊക്കെ പഠിക്കുന്ന രൂപത്തിലുള്ള ഇബ്രാഹിമിയ സ്വലാത്താണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇബ്രാഹിമിയ സ്വലാത്ത് നമുക്കൊക്കെ അറിയാം, കാണാതെ അറിയാവുന്നവരാണ്, നമ്മൾ എല്ലാ നിസ്കാരത്തിലും ഓതുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കൊക്കെ ഒരുപാട് നേട്ടങ്ങൾ വാങ്ങിത്തരുന്ന ആ സ്വലാത്ത് നമുക്ക് പറയാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ഇത് നമ്മൾ പറയാൻ പോകുന്നത് സ്വലാത്ത് വളരെ പുണ്യമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മുടെ രോഗങ്ങൾ ശമിപ്പിക്കാൻ പറ്റിയ ഒരു സ്വലാത്താണ്. തിബ്ബു സ്വലാത്ത് എല്ലാവർക്കും അറിയാം, ഞങ്ങൾക്കിത് പറയാറുണ്ട് ഉസ്താദെ. ആയിക്കോട്ടെ, നമ്മുടെ മജ്ലിസിൽ വെച്ച് പറയുമ്പോൾ ഒന്നുകൂടി പുണ്യമാണ്. കാരണം ഒരുപാട് മുഅ്മിനീങ്ങൾ പങ്കെടുക്കുന്ന മജ്ലിസാണ്. നമ്മുടെ വീഡിയോകൾ കാണുന്ന ഒരുപാട് പേര് രോഗികൾ കട്ടിൽ കിടന്ന് എണീക്കാൻ വയ്യാതെ കിടന്നിട്ടും നമ്മുടെ വീഡിയോകൾ കാണുന്ന, നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കുന്ന എത്രയോ ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. എല്ലാവരുടെയും രോഗങ്ങളെ അല്ലാഹു തആല ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ മക്കളുടെ രോഗങ്ങൾ, നമ്മുടെ ഭാര്യയുടെ, നമ്മുടെ മാതാപിതാക്കളുടെ, ബന്ധുമിത്രാദികളുടെ എല്ലാവരുടെയും എല്ലാ അസുഖങ്ങളും അല്ലാഹു തആല ശിഫയാക്കി കൊടുക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ സ്വലാത്തു തിബ്ബ് ഓതിയിട്ട്
ഒരു ഗ്ലാസ് വെള്ളത്തിൽ മന്ത്രിച്ചൊക്കെ നമുക്ക് കുടിക്കാൻ, നമ്മുടെ ശരീരത്തിൽ ഊതാം. രോഗത്തിന് ശിഫയാണ് ഈ ഒരു സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വനൂരിൽ അബ്സാരി വളിയാഇഹാ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വനൂരിൽ അബ്സാരി വളിയാഇഹാ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വനൂരിൽ അബ്സാരി വളിയാഇഹാ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വനൂരിൽ അബ്സാരി വളിയാഇഹാ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വനൂരിൽ അബ്സാരി വളിയാഇഹാ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വനൂരിൽ അബ്സാരി വളിയാഇഹാ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വനൂരിൽ അബ്സാരി വളിയാഇഹാ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വനൂരിൽ അബ്സാരി വളിയാഇഹാ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. ഇനി നമ്മൾ പറയുന്നത് അല്ലാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മ ചേർത്തിട്ടുള്ള ഒരു ദുആയാണ്. അല്ലേ, 99 പേരുകളുണ്ട് അള്ളാഹുവിന്. ഇസ്മുൽ ആഅളം അള്ളാഹുവിൻ്റെ ഉന്നതമായ പേരുകളിൽ പെട്ട ഒരു പേരാണെന്ന് അഭിപ്രായമുള്ള ആ ഇസ്മുൽ ആഅളം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ദുആയാണ്, ഒരു ദിക്റാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. പ്രത്യേകിച്ച് മുഹറം മാസത്തിൻ്റെ അതിപ്രധാനപ്പെട്ട ഈ ദിവസങ്ങളിലും രാവുകളിലും ഒക്കെ നമ്മൾ പറയേണ്ടതാണ്. അതല്ലാത്ത സമയത്തും ഒക്കെ നമുക്ക് പറയാം. പ്രത്യേകിച്ച് ഹദ്ദാദിലൊക്കെ നമ്മൾ ആവർത്തിച്ച് പറയുന്ന ഒരു ദിക്ർ കൂടിയാണ്. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. എന്താ അതിൻ്റെ അർത്ഥം? യാ ദൽ ജലാലി വൽ ഇക്റാം, അല്ലേ, അള്ളാഹുവിൻ്റെ ഇസ്മുൽ ആഅളം അതാണ് അഭിപ്രായമുള്ള ആ വാക്ക് പറഞ്ഞിട്ട് അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, അള്ളാഹുവെ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മുഅ്മിനായി മുസ്ലിമായി ഞങ്ങളെ നീ മരിപ്പിക്കണേ അല്ലാഹ് എന്നാണ് നമ്മൾ ആ പറയുന്നത്. ഒന്നിച്ചു പറഞ്ഞു യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ الإسلام يا ذا الجلال والإكرام أمتنا على دين 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 الإسلام. ഇനി നമ്മൾ പറയുന്നൊരു തസ്ബീഹാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ഭാര്യമാർക്ക് പഠിപ്പിച്ചു കൊടുത്ത, സ്വഹാബിമാരൊക്കെ പ്രത്യേകം ഇത് പഠിച്ചിരുന്നു എന്നാണ്. ഈ ഒരു ദുആഇൻ്റെ, ഈ ഒരു ദിക്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ
ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി, ആ ജോലി നമുക്ക് ഇഷ്ടപ്പെട്ടിരുന്നു, പക്ഷെ അത് നഷ്ടപ്പെട്ടു പോയി എങ്കിൽ അതിനേക്കാൾ ഹൈറായ ഒരു ജോലി നമുക്ക് കിട്ടാൻ, നമുക്കൊരു വാഹനം ഇഷ്ടപ്പെട്ടിരുന്നു, അത് നഷ്ടപ്പെട്ടു പോയി, എന്നാൽ അതിനേക്കാൾ ഹൈറായ ഒരു വാഹനം കിട്ടാൻ, നമുക്ക് എന്താണോ നഷ്ടപ്പെട്ടത് അതിനേക്കാൾ പുണ്യമുള്ളത് കിട്ടാൻ പറ്റിയ ഒരു ദുആയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇതെല്ലാം നിസ്കാരത്തിന് ശേഷം 11 വീതം ഓതിയാൽ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിക്കുകയാണ്. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞോ, അല്ലാഹുമ്മ അജിർനി ഫീ മുസീബതി വഅഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. 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 അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല നമ്മൾ ഇത്രയും നേരം ചൊല്ലിയ ഒരുപാട് ദിക്റും സ്വലാത്തും തസ്ബീഹും അതുപോലെ വിശുദ്ധമായ ഖുർആനിലെ ആയത്തുകളും എല്ലാം അല്ലാഹു തആല അതിൻ്റെ പോരായ്മ അല്ലേ, നമ്മളതൊക്കെ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകളും അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടാകും, എല്ലാം അല്ലാഹു തആല പുറത്തു തരും. അല്ലാഹു റഹ്മാനാണ്, റഹീമാണ്, ഗഫൂറാണ്. അല്ലാഹു എല്ലാം പുറത്തു നിന്ന് നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. പിന്നെ ഒരുപാട് പേര് ഇന്നത്തെ മജ്‌ലിസിൽ പ്രത്യേകം ഉസ്താദ് ദുആരക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് എല്ലാ മജ്‌ലിസിലും ദുആയുണ്ട്. നിങ്ങളൊക്കെ നമുക്ക് വേണ്ടി ദുആരക്കുക, നമ്മുടെ ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് വേണ്ടി
വേണ്ടി ദ്വാരക്കുക. എല്ലാ സമയവും കൃത്യമായി നിങ്ങൾക്ക് ഇത്തരം വീഡിയോകൾ എത്തിച്ചു തരുന്ന ഒരുപാട് പേര് ഇതിൻ്റെ പുറകിൽ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ദ്വാരക്കുക. നമ്മളൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കും. ഇപ്പോൾ നമ്മളെല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസിൽ ദ്വാരക്കാൻ പോവുകയാണ്. നമ്മുടെ ദിക്റിൻ്റെ മജ്ലിസിൻ്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ മാറ്റി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അർഹമുർ റഹീമീനായ അല്ലാഹ്, രാജാതിരാജനായ റഹ്മാനെ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹു, ഞങ്ങൾ പറയുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ ഞങ്ങളുടെ ഇരുലോക വിജയത്തിന് ഉപകാരപ്പെടുന്ന നല്ല കാര്യങ്ങളാക്കി നീ സ്വീകരിക്കണേ റഹ്മാനെ. പടച്ചവനെ റഹ്മാനെ, വിശുദ്ധമായ മുഹറം മാസത്തിന്റെ സുന്ദരമായ ദിനങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. ഈ ദിനരാത്രങ്ങളിൽ ഞങ്ങൾ ചെയ്യുന്ന അമലുകളെല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, പ്രത്യേകിച്ച് മുഹറം 9 രാവിലും പകലിലും മുഹറം 10 രാവിലും പകലിലൊക്കെ ഒരുപാട് ഇബാദത്തുകൾ ഞങ്ങൾ ചെയ്യുന്നു. അല്ലാഹുവേ, ഒരുപാട് ഇബാദത്തുകൾ ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ റഹ്മാനെ. ഞങ്ങൾ പിടിക്കുന്ന നോമ്പുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഒരുപാട് പ്രവാചകന്മാർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നീ കൊടുത്തല്ലോ റഹ്മാനെ. ഞങ്ങൾക്കും ആ ഒരുപാട് ജീവിതത്തിൽ അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും നൽകണേ അല്ലാഹ്. ഈ മുഹറം മാസത്തിന്റെ പ്രധാനപ്പെട്ട 9-10 ദിവസങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പ്രതിസന്ധികൾ നീ മാറ്റിത്തരണേ അല്ലാഹ്. പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആയിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഓരോ വീഡിയോകൾക്ക് താഴെയും ആയിരക്കണക്കിന് കമന്റുകളാണ് പരിശുദ്ധമായ ഈ മുഹറം മാസത്തിന്റെ സുന്ദരമായ ഈ മജ്ലിസുകളിൽ വെച്ച് ദുആരക്കാൻ ഞങ്ങളോട് വസിയത്ത് ചെയ്തിട്ടുള്ളത്. അല്ലാഹുവേ, ആരെല്ലാം എന്തെല്ലാം എവിടെ വെച്ചെല്ലാം എങ്ങനെയെല്ലാം ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് നിനക്കറിയാം. പ്രത്യേകിച്ച് കമന്റിലൂടെയൊക്കെ ദുആ പറയുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്, ഉമ്മമാരുണ്ട്, പാവപ്പെട്ട ഉപ്പമാരുണ്ട്. എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. പ്രതിസന്ധികൾ നീ ദൂരീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മനസ്സിന്റെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ച് തരണേ അല്ലാഹ്. ഞങ്ങൾ പുറത്തു പറയുന്നതും പറയാത്തതുമായ ഞങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ നീ അറിയുന്നവനാണ്. എല്ലാ കാര്യവും കൃത്യസമയത്ത് നീ ചെയ്തു തരണേ അല്ലാഹ്. പ്രയാസ പ്രതിസന്ധികളിൽ പെടുത്തല്ലേ അല്ലാഹ്. അല്ലാഹുവേ, കടങ്ങൾ മാറ്റിത്തരണേ അല്ലാഹ്. സങ്കടങ്ങൾ നീ ദൂരീകരിക്കണേ അല്ലാഹ്. മാറാ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ആരെല്ലാം എന്തെല്ലാം രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നു എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാഹ്. ഇന്നത്തെ മജ്ലിസിൽ പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞ ഒരുപാട് സഹോദരിമാരുണ്ട്, ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്. എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രതിസന്ധികളും മാറ്റി സന്തോഷവും സമാധാനവും നീ കൊടുക്കണേ അല്ലാഹ്. പരിശുദ്ധമായ ഈ ദിനരാത്രങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, വിശുദ്ധമായ ഈ മുഹറം മാസത്തിൽ ഞങ്ങൾ ഒരുപാട് നോമ്പ് പിടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പവിത്രമായ ദിനങ്ങളിൽ ഞങ്ങൾ പിടിക്കുന്ന നോമ്പുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഒരുപാട് പേർക്ക് നോമ്പ് പിടിക്കാൻ പറ്റാതെ പോയവരുണ്ട്. അല്ലാഹുവേ, അവർക്കും നീ ഇതിന്റെ പ്രതിഫലം കൊടുക്കണേ റഹ്മാനെ. വിശുദ്ധമായ ഈ ദിനരാത്രങ്ങളിൽ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുകയാണ് ഈ ചാനലിലൂടെ. പ്രത്യേകിച്ച് ഒരുപാട് ദിക്റുകൾ ഞങ്ങൾ ഒന്നിച്ച് ചൊല്ലിയിട്ടുണ്ട്, ഇസ്തിഗ്ഫാർ പറഞ്ഞിട്ടുണ്ട്, തൗബ പറഞ്ഞിട്ടുണ്ട്. എല്ലാം നീ കബൂലാക്കണേ അല്ലാഹ്. ഈ ഓരോ ദിക്റ് പറയുമ്പോഴും എന്തെല്ലാം നേട്ടങ്ങളുണ്ടോ അത് മുഴുവനും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്, മർഹമത്ത് കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളാക്കി മാറ്റി ഞങ്ങളുടെ മാതാപിതാക്കൾ ഖബറിലാണ്, ഉസ്താദുമാര്, അതുപോലെ ബന്ധുമിത്രാദികൾ, ഭാര്യമാര്, ഭർത്താക്കന്മാര്, മക്കള്, മരുമക്കള്, പേരക്കുട്ടികൾ, ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ അയൽവാസികൾ, ഞങ്ങളുടെ കുടുംബക്കാർ ആരെല്ലാം മരണപ്പെട്ടു പോയോ അല്ലാഹുവേ, എല്ലാവരുടെയും ഖബറിടത്തിലേക്ക് ഞങ്ങൾ ഓതിയതും പറഞ്ഞതുമായ മുഴുവൻ നല്ല കാര്യങ്ങളുടെയും ഒരു വലിയ മിസ്ല സവാബ് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളൊക്കെ മരിക്കാനുള്ളവരാണ്, ഇന്നല്ലെങ്കിൽ നാളെ. ഞങ്ങളുടെ മരണം നീ ഖൈറിലാക്കണേ അല്ലാഹ്, ബറക്കത്തിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, എല്ലാ വിധത്തിലുള്ള നന്മയും കിട്ടുന്ന മരണമാക്കി മാറ്റണേ റഹ്മാനെ. ആക്സിഡന്റുകളെ തൊട്ട് കാക്കണേ അല്ലാഹ്. അപകട മരണങ്ങൾ വരുന്നതിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പെട്ടെന്നുള്ള മരണങ്ങൾ, മോശപ്പെട്ട മരണങ്ങളെ തൊട്ട് ഞങ്ങൾ എല്ലാവരെയും നീ സലാമത്താക്കണേ അല്ലാഹ്. അല്ലാഹുവേ, രോഗങ്ങൾ തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. മാരകവുമല്ലാത്തതുമായ മുഴുവൻ അസുഖങ്ങളെ തൊട്ടും കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ നീ സലാമത്താക്കണേ അല്ലാഹ്. അപകടങ്ങൾ കാത്തിരിക്കുന്ന കാലമാണ് അല്ലാഹുവേ, മോശത്തരങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന കാലമാണ്. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെ
മക്കളെയും എല്ലാവിധത്തിലുള്ള ശൈത്താന്റെ ഷർറിനെ തൊട്ട് കാക്കണേ അല്ലാ. മയക്കുമരുന്നിന്റെ അടിമകളാക്കല്ലേ അല്ലാ. മോശത്തരത്തിൽ പെട്ടുപോകുന്നതിനെ തൊട്ട് അല്ലാഹു ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കൾ പഠിക്കുന്നവരാണ്, അവരുടെ പഠനത്തിൽ നീ ഉന്നതമായ വിജയം നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ. നല്ല റിസൾട്ട്, നല്ല മാർക്കോടുകൂടി പാസ്സാവാനുള്ള തൗഫീഖ് എല്ലാം നീ കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഭാര്യമാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക് നീ ഖൈറ് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെയൊക്കെ സ്വഭാവങ്ങളെ നന്നാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് പേര് കച്ചവടം ചെയ്യുന്നവരാണ്, കച്ചവടത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അതുപോലെ തന്നെ കൃഷി ചെയ്യുന്നവരുണ്ട്, കൃഷിയിൽ നീ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ. ബിസിനസ്സിൽ നീ വളർമ്മ കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, വീടില്ലാത്തവരുണ്ട്, ഖൈറായ വീട് കൊടുക്കണേ അല്ലാ. വീട് പണി നടക്കുന്നവരുണ്ട്, ഈ വിനീതൻ ഉൾപ്പെടെ ഞങ്ങളുടെയൊക്കെ വീടിന്റെ പണി നീ എളുപ്പത്തിലും റാഹത്തിലും സന്തോഷത്തിലും ആക്കി തരണേ അല്ലാ. കടങ്ങൾ വരുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന നിരവധി സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. ഖൈറായ ഇണകളെ നീ വേഗത്തിൽ അവർക്ക് അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് ദ്വാരക്കുമ്പോൾ ഞങ്ങളിൽപ്പെട്ട ഒരുപാട് പേര് ഹോസ്പിറ്റലിൽ കഴിയുകയാണ്. റബ്ബേ, അവരുടെയൊക്കെ എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാ. ക്യാൻസർ രോഗം തരല്ലേ അല്ലാ, ബ്രെയിൻ ട്യൂമർ തരല്ലേ അല്ലാ, കിഡ്നിക്ക് പ്രോബ്ലം തരല്ലേ അല്ലാ. ഞങ്ങളുടെ ശരീരത്തിലോ ഞങ്ങളുടെ ആന്തരിക ബാഹ്യമായ അവയവങ്ങളിൽ എന്തെല്ലാം രോഗങ്ങളുണ്ട്, അണുക്കളുണ്ടെന്ന് നിനക്കറിയാം. എല്ലാം ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ കരിച്ചു കളയണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, പ്രവാസികളായ ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞു. എല്ലാ പ്രവാസികൾക്കും നീ ഖൈറ് കൊടുക്കണേ അല്ലാ. അവരുടെ ജീവിതത്തിൽ, അവരുടെ ജോലിയിൽ നീ എല്ലാവിധ ബറക്കത്തും സലാമത്തും ഏറ്റി കൊടുക്കണേ അല്ലാ. ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ, അഭിമാനം നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, പരിശുദ്ധമായ മുഹറം മാസം, ഈ മുഹറം മാസത്തിൽ എന്തെല്ലാം നന്മകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ടോ എല്ലാം നീ സ്വീകരിക്കണം റഹ്മാനെ. കഴിഞ്ഞുപോയ ദുൽഹിജ്ജ മാസത്തിൽ ഒരുപാട് നന്മകൾ ഞങ്ങൾ ചെയ്തതാണ്, അതും നീ കബൂലാക്കണേ അല്ലാ. ഈ വർഷം ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണേ അല്ലാ. അല്ലാഹു, ഒരുപാട് പ്രവാചകന്മാർക്ക് ഒരുപാട് വിജയം കൊടുത്ത മാസമാണല്ലോ ഈ മുഹറം മാസം. ഞങ്ങൾക്കും നീ വിജയം തരണേ അല്ലാ. അല്ലാഹു, ഒരുപാട് ഇബാദത്ത് എടുക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ ഈ മുഹറം മാസത്തിന്റെ അതിപ്രധാനപ്പെട്ട ഈ ഒരു സമയത്ത് നമ്മൾ ചൊല്ലിയ ദിക്റും സ്വലാത്തൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ. നാളെയും നമ്മുടെ മജ്‌ലിസ് ഉണ്ടാകും, എല്ലാവരും നല്ലതുപോലെ പങ്കെടുക്കുക. അല്ലാഹു നമ്മുടെ ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവിധത്തിലുള്ള അപകടങ്ങളെ തൊട്ടും എല്ലാവിധത്തിലുള്ള ആപത്ത്, മുസീബത്ത്, കണ്ണേർ, സിഹറിനെ തൊട്ട് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. വിഷമങ്ങളും സങ്കടങ്ങളും അല്ലാഹു തആല മാറ്റിത്തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.